സാറിന് 100 ആയുസ് കൊടുക്കട്ടെ. ദിവസം സാറ് തന്നെയാണ് ഞങ്ങളെ സാറിൻ്റെ കാറിൽ കോളേജിൽ പോകുന്നത്. ഈ കുട്ടിക്ക് ലാസ്റ്റ് സാഹചര്യത്തിൽ സീറ്റ് ഇല്ലായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ കോളേജിൽ എത്തി റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് സീറ്റ് കൊടുക്കൂ. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ കൊണ്ടുപോയി സീറ്റ് കൺഫേം ചെയ്തു. പിന്നെ മോനും ഞാനും എല്ലാം കൂടെ ഒന്നുകൂടെ വരും സാറിനെ കാണാൻ. സാർ ഇവിടുത്തെ ഒരു സർവീസ് എടുത്തിട്ട് ഒരു പേരന്റ് സ്റ്റുഡന്റ് പിന്നെ സക്സസ് ആയിട്ട് തിരിച്ചു വന്ന് സാറിനോട് സംസാരിക്കുമ്പോൾ സാറിന് എന്തായിരിക്കും ഒരു ഇമോഷൻ? 4 വർഷം കഴിഞ്ഞതിന് ശേഷം പഠിച്ചു പാസ്സായതിനു ശേഷം അവർ വന്ന് നമ്മളോട് അവരുടെ ഇതുവരെ ഉണ്ടായ അനുഭവങ്ങൾ ഒക്കെ ഇരിക്കും മാഡം. ഇത് നമ്മുടെ ഒരു ക്ലയൻ്റാണ്. ഓക്കെ, ഹാപ്പി ക്ലയൻ്റാണ്. ഓക്കെ, സംസാരിച്ചോളൂ. ഓക്കെ. അപ്പം ഈ നമ്മുടെ ഈ സെന്റ് ജോണിൽ വന്നിട്ട് എന്തായിരുന്നു എക്സ്പീരിയൻസ്? എൻ്റെ മോനെ +2 90% മാർക്കിൽ പാസ്സായതാണ്. അങ്ങനെ ഇവനെ നേഴ്സിങ്ങിന് പോകണമെന്ന് ഒരു 10ാം ക്ലാസ് തൊട്ടേ പറയുകയാണ്, നേഴ്സിങ്ങിന് പോകണം. നേഴ്സിങ്ങിനായിട്ട് അഡ്മിഷൻ വേണമല്ലോ. LBS എഴുതിയിട്ട് 2228ാമത്തെ റാങ്കായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാൾ എന്നോട് പറയുന്നത്, നമ്മൾ വിഷമിച്ചു കേട്ടോ, ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പറയുന്നത് സെൻറ്റ് ജൂഡ് എന്ന് പറയുന്നത് കൊട്ടാരക്കരയിലെ ഈ സ്ഥാപനം സെൻറ്റ് ജൂഡിൽ അവിടെ ചെന്ന് സാറിനെ കാണാൻ അഡ്മിഷൻ ചിലപ്പം കിട്ടുമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു എല്ലായിടും ആയല്ലോ, എങ്ങനെയാ നമുക്ക് നോക്കാം, എവിടെ വേണമെന്നാ അഭിപ്രായം എന്നോട് ചോദിച്ചു. ബാംഗ്ലൂരാണോ അപ്പം ബാംഗ്ലൂരുണ്ട്, തമിഴ്നാടും ഉണ്ട്, രണ്ടുമുണ്ട്. സീറ്റ് ഉണ്ടോ എന്നറിയത്തില്ല, എന്നാലും ശ്രമിക്കാം എന്ന് സാറ് ആ കോളേജിൽ വിളിച്ച് ചോദിക്കുക. സാറ് തന്നെയാണ് ഞങ്ങളെ സാറിൻ്റെ കാറിൽ കോളേജിൽ പോകുന്നത്. ഇങ്ങനെ ഈ കുട്ടിക്ക് ലാസ്റ്റ് സാഹചര്യത്തിൽ സീറ്റ് ഇല്ലായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ കോളേജിൽ എത്തി റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് സീറ്റ് കൊടുക്കുന്നുള്ളൂ. ഒറ്റ സീറ്റ്. ആ സമയത്ത് പലരും ആ കോളേജിൽ പോകാനായിട്ട് ഇരുന്നപ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്തു. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ കൊണ്ടുപോയി സീറ്റ് കൺഫേം ചെയ്തു. പിന്നെ ഫെബ്രുവരി 2-ാം തീയതി കൊണ്ടാക്കുകയും ചെയ്തു. ഫെബ്രുവരി 2-ാം തീയതി ഇപ്പം മോൻ പഠിച്ച് അരിയറൊന്നും എഴുതിയില്ല, സപ്ലി ഒന്നും എഴുതിയില്ല. നല്ല ഇതായിട്ട് ഇപ്പം മോൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് 10-12 ദിവസമായി. ഹാപ്പിയായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള റിവ്യൂസ് ആണ് നമുക്ക് വേണ്ടത്. കാര്യം മറ്റുള്ള പ്രയോജനം എല്ലാ കാര്യത്തിനും സാറിന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. സാറ് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദൈവമേ സാറിന് 100 ആയുസ് കൊടുക്കട്ടെ. അതെ ഒരുപാട്.